ഡോക്ടർ, നമുക്ക് ഇവിടെ വിശാലമായ മരുന്നുകളുടെ ഒരു ശേഖരണം എങ്ങനെയാണ്? എത്രത്തോളം മരുന്നുകൾ ഇവിടെയുണ്ട്? നമുക്ക് ഫാർമസിസ്റ്റ് സൗകര്യമുണ്ട്. ഫാർമസി 24 മണിക്കൂറും ഉണ്ട്. ഫാർമസിസ്റ്റുകൾ 5ഓളം പേര് നമ്മൾ ഓരോ ഷിഫ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ തരത്തിലുള്ള മരുന്നുകളും, ഗുളികകളാണെങ്കിലും എല്ലാ ജീവിതശൈലി രോഗങ്ങളാണെങ്കിലും അഥവാ ഒരു എമർജൻസിക്കുള്ള ചെറിയ രീതിയിലുള്ള പനി, ഏത് തരത്തിലുള്ള പനിയാണെങ്കിലും മേജറായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ, വേദന സംഹാരികൾ, അതുകൂടാണ്ട് തന്നെ ഈ പറഞ്ഞ ഇഞ്ചക്ഷനുകൾ, എമർജൻസി ലൈഫ് സേവിങ് ആയിട്ടുള്ള ഇഞ്ചക്ഷനുകൾ, ഇവയെല്ലാം നമുക്ക് സ്റ്റോക്കുണ്ട്. ഇൻസുലിൻ അടക്കം നമുക്ക് സ്റ്റോക്കുണ്ട്. ഫാർമസി 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. ആവശ്യമുള്ള മരുന്നുകൾ ഒരുവിധം എല്ലാം നമുക്ക് ഇവിടെ സ്റ്റോക്കുണ്ട്. എല്ലാം സൗജന്യമായിട്ടാണ്? എല്ലാം സൗജന്യമായിട്ടാണ്. ഡോക്ടറെ, ഓയിൽമെന്റ്, വേദനയ്ക്ക് വെക്കുന്ന ഓയിൽമെന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാവോ? അതെടുക്കാം, അത് കുഴപ്പം ചോദിച്ചോ. നമുക്ക് ടർപ്പന് പൊതുവേ നമ്മൾ കൂടുതലും കാലുവേദന, മല കയറി വരുമ്പോൾ കാലുവേദന, അങ്ങനത്തെ പേശിവേദന, ഇതൊക്കെ ആയിട്ട് രോഗികൾ വരുന്നുണ്ട്. അപ്പം അതിനാവശ്യമുള്ള എല്ലാ തരത്തിലുള്ള ഓയിൻമെൻറ്റുകളും ടർപ്പനടക്കമുള്ള മരുന്നുകളും ഉണ്ട്. അതായത് ആർക്കെങ്കിലും മല കയറി വരുമ്പോഴോ തിരികെ പോകുമ്പോഴോ കാലുവേദന അനുഭവപ്പെട്ട ഇത് ഇവിടെ ജെല്ല് സൗജന്യമായിട്ട് കിട്ടും. ഡോക്ടറെ ഒന്ന് കണ്ട് ഒപ്പിച്ചിട്ട് എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. ഒപ്പിച്ചിട്ടുണ്ട്. ഇത് കാണുന്ന പ്രശ്നം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ PCR എന്ന മരുന്നൊന്ന് കാണിക്കുമെന്ന് പറഞ്ഞുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് കാലിന് വേദനയോ മറ്റോ ഉണ്ട്, കാലിനോ കൈക്കോ ആട്ടെ, ഇവിടെ നല്ല ഓയിൽമെന്റും അതുപോലെ ടർപ്പൻ, അല്ലേ? ടർപ്പൻ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. ടർപ്പൻ ലഭിക്കുന്നതാണ്. തീർത്ഥാടകർക്ക് ആശ്വാസം പകരം ഇത് കാല് വേദനയ്ക്ക് മുഴുവൻ സൗജന്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളുമുണ്ട്. ഇൻസുലിൻ ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട്. ഇൻസുലിൻ നമ്മൾ അതാത് സമയത്ത് ഡോസ് എടുത്ത് വിടുകയാണ് പതിവ്. ഇൻസുലിൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതുകൊണ്ട് സ്വാമികളുടെ കയ്യിൽ കൊടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഏത് സമയത്ത് ഡോസാണോ ആ സമയത്ത് വന്നാൽ നമ്മൾ എടുക്കും. അതായത് ഇവിടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇവിടെ സൂക്ഷിക്കുകയും ആവശ്യ സമയത്ത് വന്ന് ഇൻസുലിൻ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വിശാല ഒരു ICU ഉണ്ടെന്നത്, അല്ലേ? ICU സംവിധാനം, അതിനെപ്പറ്റി ഒന്ന് ICU സംവിധാനത്തിലെ വിവരിക്കാം. മൊത്തത്തിൽ 12 ബെഡോളം ഉണ്ട്. 9 ബെഡ് ജനറൽ ബെഡാണ് ഒബ്സർവേഷനായിട്ട്. കൂടാണ്ട് സർവ്വസജ്ജമായിട്ടുള്ള ICU ഉണ്ട്. അതിൽ ഇപ്പം ഇന്ന് ഏകദേശം 6ഓളം ബെഡുകളുണ്ട്. 6ഓളം ബെഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ICU എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുമാതിരിപ്പെട്ട ഏത് ലൈഫ് സേവിങ് എമർജൻസീസും നമുക്കിവിടെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. വെന്റിലേറ്റർ സൗകര്യമുണ്ട്. അത് കൂടാണ്ട് തന്നെ അറ്റാക്ക് വരുവാണെങ്കിൽ അതിൻ്റെ പ്രതിരോധമായിട്ടുള്ള മരുന്നുകൾ, സ്ട്രെപ്റ്റോക്കൈനേസ് എന്ന് പറയുന്ന ലൈസിസിന് ഉപയോഗിക്കുന്ന മരുന്നുണ്ട്. അത് കൂടാണ്ട് എന്തെങ്കിലും ആനിമൽ അറ്റാക്ക് ഇഞ്ചുറി വരികയാണെങ്കിൽ, ഇപ്പോൾ പന്നികുത്തോ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മരുന്നുകളുണ്ട്. പേവിഷബാധയ്ക്കെതിരെയുള്ള മരുന്നുകളുണ്ട്. അത് കൂടാണ്ട് തന്നെ സ്നേക്ക് ബൈറ്റ് വരികയാണെങ്കിൽ അതിന് ആവശ്യമുള്ള മരുന്നുകളുണ്ട്. ASV, ആൻറ്റി സ്നേക്ക് വെനമൊക്കെ ഉണ്ട്. എല്ലാ തരത്തിലുള്ള മോണിറ്റേഴ്സും ഉണ്ട്. നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് നേഴ്സും എല്ലാവരും ഉണ്ട്. ICU ട്രെയിനിങ് കിട്ടിയിട്ടുള്ള സ്റ്റാഫുകൾ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം കൂടാണ്ട് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സൗകര്യമുണ്ട്. ഏത് സ്പെഷ്യാലിറ്റിയുടെ ഡോക്ടർമാരുടെയും നമുക്കിവിടെ ഓൺ കോൾ പോലെ ലഭ്യമാണ്. അപ്പം ഒരുവിധപ്പെട്ട എമർജൻസി സിറ്റുവേഷനെല്ലാം നമുക്ക് ഒന്ന് ടാക്കിൾ ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് പേഷ്യൻറ്റിനെ ഒന്ന് രക്ഷിച്ചെടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ നിലവിൽ സജ്ജമാണ്. ഡോക്ടർ, ഇപ്പോൾ ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഒരു ചോദ്യം ഓർത്തത്, അതായത് കുട്ടികൾ ശബരിമലയിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കൾ ഏതൊക്കെ തരത്തിലുള്ള കരുതലാണ് സ്വീകരിക്കേണ്ടത്? കുട്ടികളുടെ കാര്യം പറയുവാണെങ്കിൽ, കുട്ടികൾ നമ്മുടെ OPയിൽ ചെറിയ രീതിയിലാണെങ്കിലും വരുന്നുണ്ട്. കൂടുതലും അത്ര എണ്ണമില്ലെങ്കിൽ പോലും. പക്ഷേ കുട്ടികൾക്ക് നമുക്ക് സാധാരണ മുതിർന്നവരിൽ കാണുന്ന രോഗങ്ങളൊന്നും അല്ല കാണുന്നത്. ചെറിയ രീതിയിലുള്ള പനി, പിന്നെ വയറിളക്കം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പൊതുവേ കാണുന്നത്. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയൊരു പനിയാണെങ്കിൽ പോലും അവരുടെ കാര്യം ഇപ്പം അസുഖം നിസ്സാരവൽക്കരിച്ച് കാണാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം അവർക്ക് ചെറിയ പനി ഉണ്ടാകാം, അല്ലെങ്കിൽ ചെറിയ വയറിളക്കം ഉണ്ടാകും. പക്ഷേ ആ ഒരു ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ പനി വന്നാലും അല്ലെങ്കിൽ വയറിളക്കം വന്നാലും. അപ്പം എപ്പോഴും അവരെ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രത്യേക ഇതാണ്. കുട്ടികൾ സ്വന്തമായിട്ട് വെള്ളം കുടിക്കത്തില്ല. അപ്പം നമ്മൾ കൂടെയുള്ളവരത് ഒന്ന് കരുതി ഓർമ്മിപ്പിച്ച് വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ORS ലായനി കയ്യിൽ കരുതാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പഞ്ചസാര, ഉപ്പുള്ള മിശ്രിതമുള്ള ലായനി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിപ്പിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ഇടവേളയിൽ കൊടുക്കുക. പിന്നെ എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും വൈദ്യസഹായം തേടുക. ഇപ്പോൾ കുട്ടികൾ ചിലപ്പോൾ ഓടിക്കയറിയെങ്കിൽ മലയൊക്കെ കയറിപ്പോകും. പക്ഷേ ചിലപ്പോൾ കാലിൽ ചെറിയ മുറിവുണ്ടാകും. അപ്പോൾ അത് നമ്മൾ ഗവനിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയൊരു മുറിവാണെങ്കിൽ പോലും ചിലപ്പോൾ ഭാവിയിൽ അത് ഇൻഫെക്ഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഒന്ന് ഡ്രസ്സ് ചെയ്ത് പോയാൽ അത് അവിടെ നിൽക്കാവുന്നതേ ഉള്ളൂ. അപ്പം കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ഒരു കാര്യത്തിൽ എപ്പോഴും വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ആരോഗ്യപരമായ കാരണങ്ങളെക്കാളും ചിലപ്പോൾ പലപ്പോഴും കുട്ടികൾ മിസ്സാവുന്ന, കൂട്ടം തെറ്റുന്ന ഒരു പ്രവണതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതും ഒന്നും ഒഴിവാക്കുക. അത് ആരോഗ്യമായിട്ട് ബന്ധമല്ലെങ്കിൽ പോലും അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.